മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി അടങ്ങുന്ന മധ്യഷഡ്ക നക്ഷത്രങ്ങൾക്ക് 2025 വിഷുവർഷം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. 2 നക്ഷത്രങ്ങളടങ്ങുന്ന ഒരു കൂട്ടമാണ് ഉത്രട്ടാതി. അഹിർബുധിനിയാണ് ദേവത. ഈ നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരും സത്യസന്ധരുമായിരിക്കും. എങ്കിലും ഞാൻ, എനിക്ക്, എൻ്റെ എന്നീ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവരാണ്. മൃഗം പശുവാണ്. പശുവിൻ്റേതായ സ്വഭാവ സവിശേഷത ഇവർക്കുണ്ടായിരിക്കും. പമ്മി നിൽക്കുന്നവരാണ്. അക്കരപ്പച്ച കണ്ട് പോകുന്ന നക്ഷത്രക്കാരാണ്. നല്ല പുല്ല് എവിടെയുണ്ടെന്ന് കണ്ടാലും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പശുവിന് തോന്നും കുറച്ചുകൂടി നല്ല പുല്ല് അവിടെയാണ്, അവിടേക്ക് പോയേക്കാമെന്ന്. അഴിച്ചുവിട്ടാലങ്ങ് പോകുന്ന സ്വഭാവക്കാരാണ്. തൻ്റെ കയ്യിലുള്ളതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ അതിനേക്കാൾ നല്ലത് തേടിപ്പോകുന്നവരാണ്. അടുത്തതായി രേവതി. കൊതിച്ചതിനു പകരം വിധിച്ചതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. പുഷാവാണ് ദേവത. മൃഗം ആന. ആനയുടെ തലയെടുപ്പില്ലെങ്കിലും പിടിയാനയുടെ കുണുക്ക നടത്തത്തിലുണ്ടായിരിക്കും. സ്ത്രൈണ സ്വഭാവക്കാരാണ്. ഏത് കാര്യത്തിലും എടുത്തു ചാടുകയും മുൻകോപം കാണിക്കുകയും ചെയ്യും. അടുത്തതായി അശ്വതി. കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി. അശ്വിനി ദേവതകളാണ് നക്ഷത്രദേവത. അശ്വതി എന്ന നക്ഷത്രക്കൂട്ടത്തിൽ അശ്വതി എന്ന പ്രധാന നക്ഷത്രമടക്കം 5 നക്ഷത്രങ്ങളാണുള്ളത്. വളരെയധികം ഈശ്വരാധീനമുള്ള നക്ഷത്രമാണ് അശ്വതി. അശ്വതി നക്ഷത്രക്കാരുടെ മൃഗം കുതിരയാണ്. കുതിരയുടെ സ്വഭാവം തീർച്ചയായും ഉണ്ടായിരിക്കും. എടുത്തു ചാടി സംസാരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, കുതിരയുടേതായ ചലനങ്ങളും ആകാരവടിവം, അങ്ങനെയെല്ലാം. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. അടുപ്പ് പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് ഭരണി. യമനാണ് പ്രധാന ദേവത. സ്വന്തം കഴിവുകൊണ്ട് ഉന്നമനത്തിലെത്തിച്ചേരുന്ന സുഖലോലുപതയിൽ തൽപരരായ ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല സമയമാണ്. സ്വയം വിജയം നേടുകയും അതിൽ അഭിമാനം കൊണ്ട് പലപ്പോഴും അലസത പ്രകടിപ്പിക്കുന്നവരുമാണ് ഭരണി നക്ഷത്രക്കാർ. മൃഗം ആനയാണ്. ആനയുടെ നടപ്പും തലയെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായി കാർത്തിക. കൈവട്ടക പോലെ തോന്നിക്കുന്ന 6 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് കാർത്തിക. അഗ്നിയാണ് ദേവത. ആത്മാഭിമാനികളായ കാർത്തിക നക്ഷത്രക്കാർ എളുപ്പത്തിൽ ജനമധ്യത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുന്നതാണ്. കൃതിക ദേവികളുടെ നക്ഷത്രമാണ് കാർത്തിക. ആടാണ് കാർത്തിക നക്ഷത്രക്കാരുടെ മൃഗം. ആട് പോലെ പമ്മി നിന്ന് കരഞ്ഞ് കാര്യം സാധിക്കുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക. അടുത്തതായി രോഹിണി. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വന്തം നക്ഷത്രമാണ് രോഹിണി. സുന്ദരമായ മുഖവും സത്സ്വഭാവികളുമായ രോഹിണി നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. ചാഞ്ചല്യമില്ലാത്ത മനസ്സിന് ഉടമകളായ ഇക്കൂട്ടർ ദുഃഖങ്ങൾ പുറത്തു കാണിക്കാതെ പുഞ്ചിരിക്കുന്ന മുഖവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കുന്നവരാണ്. ബ്രഹ്മാവാണ് ദേവത. രോഹിണി നക്ഷത്രക്കാരുടെ മൃഗം പാമ്പാണ്. പാമ്പിനെ പോലെ ഇഴയുകയും പാമ്പിനെ പോലെ ചീറ്റുകയും പാമ്പിനെ പോലെ മാളത്തിൽ തലയൊളിക്കുകയും ചെയ്യുന്നതാണ്. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി,
കാർത്തിക, രോഹിണി അടങ്ങുന്ന മധ്യഷഡ്ഗ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് 2025 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. ലോകം അംഗീകരിക്കുന്ന ബഹുമാനം ലഭിക്കുന്നതാണ്, അംഗീകാരമുണ്ടാവുന്നതാണ്, ജനപ്രീതി നേടുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ വളരെയധികം നല്ല സമയമാണ്, ആദരവ് ലഭിക്കുന്നതാണ്, സൽകീർത്തിയും കാര്യവിജയവും ഉണ്ടാവുന്നതാണ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പുരോഗതിയുണ്ടാവുന്നതാണ്. ഇഷ്ടവിഷയത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെട്ട് വിവാഹത്തിൽ കലാശിക്കുന്നതിന് വളരെ അനുകൂലമാണ്. പുതിയ പ്രണയം ഉടലെടുക്കുന്നതിനും അനുകൂലമാണ്. കുടുംബാന്തരീക്ഷത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നതാണ്. ധനപരമായ ഉന്നമനം ഉണ്ടാവുന്നതായിരിക്കും. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വിഷുവർഷം പകുതിയോടെ തടസ്സങ്ങൾ നീങ്ങി നല്ലൊരു വഴി തുറന്നു വരുന്നതായിരിക്കും. ബുദ്ധിശക്തിയാലും ആത്മനിയന്ത്രണത്താലും ഈശ്വരാനുഗ്രഹത്താലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ നേരിടുന്നവർ അതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടേണ്ടതാണ്. നക്ഷത്രപ്രകാരമുള്ള പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. ഈ നക്ഷത്രജാതർ എല്ലാ മാസവും സ്വന്തം നാൾ വരുന്ന ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന നടത്തേണ്ടതാണ്. ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.